എല്ലാവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഭയങ്കര വലിയ ചർച്ചയിലാണ്. ഇവിടെ ഇവിടെ ഞാൻ സൂപ്പ് കുടിച്ചിട്ടേ കഴിക്കോളൂ. ആ പിന്നെ മുമ്പുള്ള അതിലേക്ക് കിടക്കട്ടെ. സോ ഗൈസ്, അൽഹംദുലില്ലാ ഇന്നത്തെ പരിപാടിയൊക്കെ അടിപൊളിയായിട്ട് നടന്ന് നമ്മുടെ കാർ റിവീലിംഗ് ആവട്ടെ, ആനിവേഴ്സറി ആവട്ടെ, ഇഫ്താർ പാർട്ടി ആവട്ടെ, എല്ലാം ഭംഗിയായിട്ടാണ് നടന്നത്. നമ്മൾ നോക്കേണ്ടത് ഒരു വ്യക്തിന്റെ സ്കിൽ പവറാണ്. ആ വ്യക്തി എടുക്കുന്ന എഫേർട്ട്, ആ വ്യക്തിന്റെ ഒരു റിസ്ക്, ആ വ്യക്തിന്റെ മനസ്സ്, ഹാർഡ് വർക്ക്. അത് ചുമ്പും അസൂയപ്പെടലും നമ്മുടെ മനസ്സിൽ ഒരു ഇത്തിരി പോലും വന്നാലല്ലേ നമ്മൾ ലൈഫിൽ എവിടെയും പോകില്ല, നമ്മൾ എത്തൂല. ഹായ്, അസ്സാം വലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? അങ്ങനെ നമ്മളെ പെരുന്നാളൊക്കെ എടുക്കാറായല്ലേ? എല്ലാവരും ഡ്രസ്സൊക്കെ എടുത്തോ? അപ്പം ഞാൻ വിഷയത്തിലേക്ക് വരാം. മഷൂറ ബഷി ഒരു പുതിയൊരു വീഡിയോ ഇപ്പൊ ഇട്ടിട്ടുണ്ട്. അവരുടെ വെഡിങ് ആനിവേഴ്സറിക്ക് സ്പെഷ്യൽ ഗിഫ്റ്റ് ആയിട്ട് എടുത്തിട്ടുള്ള സംഭവം. അത് ഞാനിപ്പോ ഇത് കാണിക്കുന്നില്ല, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിന്റെ ഒരു ഇൻട്രോ ആണ് ഞാനിപ്പോ കാണിച്ചത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാല്, അവരുടെ മഷൂറിന്റെ വീഡിയോയിലും അതിന്റെ താഴെയും ഒത്തിരി കമന്റുകളുണ്ട്. പോസിറ്റീവ് ആയിട്ടുള്ളതുണ്ട്, നെഗറ്റീവ് ആയിട്ടുള്ളതുണ്ട്. അതിൽ നെഗറ്റീവ് കമന്റ് പലപ്പോഴും വരുന്നത് അവര് രണ്ടാം ഭാര്യ എന്നുള്ളതിൽ ആദ്യത്തെ ഭാര്യക്കുള്ള സപ്പോർട്ടാണ്. പിന്നെ ഈ ഭാര്യനോടുള്ള ഒരു നെഗറ്റിവിറ്റി പറയുന്നുണ്ട്. ഒരുപാട് സൈബർ ബുള്ളിങ്ങും നെഗറ്റീവ് കമന്റും കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് മഷൂറ. പക്ഷെ അവര് അതെല്ലാം നിസ്സാരമാക്കിക്കൊണ്ട് ഇന്ന് ടോപ്പ് ലെവലിൽ എത്തിയിരിക്കുകയാണ് ബ്ലോഗർ എന്ന നിലക്ക്, അല്ലെ? അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. കാരണം അവരിപ്പെട്ടിട്ടുള്ള ഒരു ഡ്രസ്സിന്റെ വെബ്സൈറ്റ്, അതിൽ നിന്ന് 4 മാസത്തോളമായിട്ടുള്ള ഡ്രസ്സിന്റെ ബിസിനസ് അത് തുടങ്ങിയിട്ടെന്ന് പറഞ്ഞാൽ, ആ 4 മാസം കൊണ്ട് ഇത്രയും അച്ചീവ്മെന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അപ്പൊ അവരുടെ എഫേർട്ട് എത്രമാത്രം ഉണ്ടാവും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. നമ്മൾ നോക്കേണ്ടത് ഒരു വ്യക്തിന്റെ സ്കിൽ പവറാണ്. ആ വ്യക്തി എടുക്കുന്ന എഫേർട്ട്, ആ വ്യക്തിന്റെ ഒരു റിസ്ക്, ആ വ്യക്തിന്റെ മനസ്സ്, ഹാർഡ് വർക്ക്. അതൊരു പെണ്ണാണെങ്കിൽ നമ്മൾ സമ്മതിച്ച് കൊടുക്കണം. പകരം അതിന് അസൂയപ്പെട്ടിട്ട് നിങ്ങൾ കുറെ പൈസക്കാരാണ്, പൈസക്കാർക്ക് പിന്നെ എന്തോ ആവാല എന്നുള്ള മനോഭാവം ആ വാക്കുകളിന് പകരം അതിനെ അംഗീകരിക്കാൻ പഠിക്കുക. ഒരു സ്ത്രീ അവിടം വരെ എത്തണമെങ്കിൽ തീർച്ചയായിട്ടും അവളെ ഹസ്ബൻഡും അവളെ വീട്ടുകാരും കുട്ടികളടക്കം സപ്പോർട്ട് ഉണ്ടാവും. അതൊക്കെ തീർച്ചയായിട്ടും. പക്ഷെ അവൾക്ക് അവിടേക്ക് എത്തിപ്പെടാനുള്ള മനസ്സും ഉണ്ടാവും. ആ മനസ്സ് ഊണും ഉറക്കവും ഒക്കെ ഒഴിച്ചിട്ടായിരിക്കും, ഒരുപാട് റിസ്ക് എടുത്തിട്ടായിരിക്കും അവര് ഇവിടം വരെ എത്തിയിട്ടുണ്ടാവുക. അവരെ സ്വപ്നങ്ങൾ അവര് അച്ചീവ്മെന്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പം ആ ഒരു സംഭവം മനസ്സിലാക്കാതെ ഒരു പെണ്ണ് ഒരാണ് രണ്ടാമത്തത് കെട്ടി, അത് പാവാണ് ആദ്യത്തെ ഭാര്യ. എന്റെ വീഡിയോക്കും പല തവണ ഞാൻ ഇപ്പൊ ഒരു ഗിഫ്റ്റ് എന്റെ മരുമകൾ തന്നതിന് ഞങ്ങൾ രണ്ടാളും വീഡിയോക്ക് താഴെ ഒരു കമന്റ് വന്നിരുന്നു, നെഗറ്റീവ് കമന്റ്. എന്താ, പാവാണ് ആദ്യത്തെ ഭാര്യ. അവിടെ അതിന്റെ ഒരു വാക്ക് വരേണ്ട ഒരു ആവശ്യമില്ല. എന്താ, ഇത്രയേ ഉള്ളൂ. നമ്മൾ വീട്ടിലിരിക്കുന്ന ആൾക്കാര്, ലോകപരിചയം ഇല്ലാത്ത ആൾക്കാര്, മറ്റുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ കഴിവില്ലാത്ത ആൾക്കാര്, അവർക്കൊക്കെ ഇങ്ങനത്തെ വാക്കുകൾ അവരുടെ മനസ്സിൽ നിന്ന് വരുള്ളൂ. കാരണം ഈ ഉള്ള ആൾക്കാർ അതെല്ലാം ചെയ്യാൻ പറ്റുന്നവരെ കാണുമ്പോൾ എനിക്കിത് പറ്റിയില്ല, അവൾക്കിത് പറ്റണ്ട, അവളെ നമ്മൾ പറ്റുന്നിടത്തോളം ഡൗൺ ആക്കി കൊടുക്കുക, അവൾക്കും നെഗറ്റീവ് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുക. അവരുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളാണ് അതൊക്കെ. അതിന് ലൈക്ക് അടിക്കാൻ ഒത്തിരി പേര്. അപ്പൊ ഞാൻ ആ കമന്റ് ഞാൻ ഒഴിവാക്കി. ഇവിടെ നമുക്ക് കാണേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതില് നമുക്ക് എന്തൊക്കെ പഠിക്കാൻ പറ്റും, എത്രമാത്രം മോട്ടീവായിട്ടുള്ള കാര്യങ്ങളാണ്, എന്താണ് ഇതിന്റെ ഇവരിവിടെ അവർക്ക് മാത്രമല്ല എല്ലാവർക്കും എത്താൻ പറ്റും. നമ്മളൊക്കെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള വിജയം ഉറപ്പായിട്ട് നമ്മളെ കൂടെ ഉണ്ടാവും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു ദിവസം ഹാർഡ് വർക്ക് നല്ലോണം ചെയ്ത് പിറ്റേ നല്ലോണം ഉറങ്ങിയാൽ നടക്കൂല. കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. തീർച്ചയായിട്ടും വിജയം ഉറപ്പുണ്ടാവും. ഒരാൾക്ക് മാത്രമായിട്ടുള്ള വിജയമല്ല. അപ്പൊ അതുകൊണ്ട് ബഷീറും മഷൂറും കൂടെ കുറച്ച് കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. നെഗറ്റീവ് കമന്റ് ഇട്ട ആൾക്കാരോടാണ് പറയുന്നത്. അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പൊ ആ കാര്യം ഒന്ന് നമുക്ക് കേട്ടു നോക്കാം. ഓക്കെ, ഇത് തന്നെ നമ്മള് ഹാർഡ് വർക്ക് ചെയ്യാം മെയിനായിട്ട്.
നമ്മള് അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലം കിട്ടും. എല്ലാരും പറയും അതിന്റെ ഇടയിൽ കമന്റിലൊക്കെ ഇങ്ങനെ വന്നിട്ട് പൈസക്കാർക്ക് എന്താ ആകാലൊന്നോ. ഈ പൈസ ഉണ്ടാകണം, പൈസ ഉണ്ടാക്കാനുള്ള ഒരു മൈൻഡ് വേണം നമുക്ക്. ഈ പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. പൈസ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ പല പല ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്ത് അതിനുവേണ്ടി ഇറങ്ങി തിരിച്ച് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും പ്രതിഫലം ഉണ്ടാവും. അതാണ് കേറിയിട്ട് കമന്റ്. അതായത് നമ്മളിതിപ്പോ പറയാൻ കാരണം ഒരുപാട് കമന്റുകൾ, നെഗറ്റീവ് കമന്റുകൾ വരുന്നുണ്ട്. അപ്പൊ ആ കമന്റുകൾക്കുള്ള മറുപടി പറയണം. പൈസക്കാർക്ക് എന്തോ ആകാം. ആ പൈസ ഉണ്ടാകണമെങ്കിൽ, ആ പൈസക്കാരനെ ആകണമെങ്കിൽ അധ്വാനിക്കണം. അത് മഷൂർ അധ്വാനിക്കുന്നു, നല്ല രീതിയിൽ അധ്വാനിക്കും. നമ്മുടെ വ്ളോഗ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം മഷൂർ എത്രത്തോളം ഓടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതുള്ളത്. അപ്പൊ അധ്വാനിക്കുന്നുണ്ട്, അതിനനുസരിച്ച് നമുക്ക് ഏൺ ചെയ്യാനും പറ്റും. ഓക്കെ, വർക്ക് ഹാർഡ് ഗൈസ് and hats off to all the hardworking women there because I know that struggle. പിന്നെ വേറെ സംഭവം, നമ്മൾ മറ്റുള്ളവരുടെ സക്സസ് കണ്ടിട്ട് നമ്മള് മാഷാഅല്ലാഹ് അൽഹംദുലില്ലാഹ് മാഷാഅല്ലാഹ്, കാരണം അങ്ങനെ പറഞ്ഞാൽ നമുക്കും കുറച്ചു എത്തിച്ചേരും. ബാക്കിയുള്ളവര് ഇപ്പൊ സമ്പാദിക്കുന്ന ഏൺ ചെയ്യണോ കണ്ടിട്ട് നമ്മൾ അതിൽ കുശുമ്പും അസൂയപ്പെടലും നമ്മുടെ മനസ്സിൽ ഒരിത്തിരി പോലും വന്നാലല്ലേ നമ്മൾ ലൈഫിൽ എവിടെയും പോകില്ല, നമ്മൾ എത്തൂല, നമുക്കത് എത്താൻ പറ്റില്ല നമുക്ക്. മനസ്സിലായ? അത് മെയിൻ, അത് എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം. ബാക്കിയുള്ളവരുടെ വളർച്ച കാണുമ്പോ മാഷാഅല്ലാഹ് അവന് സമ്പാദിച്ച് അവൻ അങ്ങനെ ആയല്ലോ, അള്ളാഹ് ഇനിയും കൊടുക്കട്ടെ, എത്തിച്ചു കൊടുക്കും എന്നുള്ള മനസ്സുള്ളവരില്ലേ എവിടെ പോയാലും സക്സസ് ആവും, അവർ വിജയിക്കുകയും ചെയ്യും. കുശുമ്പും കുന്നായ്മ മനസ്സിൽ കൊണ്ടുവന്നിട്ടൊന്നും ഒരു കാര്യമില്ല, ആരും അവിടെ എത്താൻ വേണ്ടി പോകും. ഫസ്റ്റ് ഓഫ് ഓൾ ക്രേസി ഗേൾ, കാർ എനിക്ക് ഭയങ്കര ക്രേസ് ആണ്. അത് ആദ്യം തൊട്ടേ അറിയാം. ഞാൻ പരിചയപ്പെടുന്ന ടൈമിൽ, അതായത് മഷൂർ എനിക്ക് ആദ്യമായിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്ന ടൈമില് മഷൂറയുടെ ഡിപിയും മഷൂറയുടെ പോസ്റ്റും മഷൂറയുടെ പിക്കല്ല, ഫുള്ള് ലക്ഷറി കാറുകൾ. അപ്പൊ ആ ഒരു ലെവലില് മഷൂർ എത്തി. കാരണം അത് അവളുടെ ഒരു മൈൻഡ് സെറ്റ്, അധ്വാനിക്കണം എന്നുള്ളൊരു ഇത്. അപ്പൊ ഞാൻ അങ്ങനെ ഒരു കാർ എനിക്ക് ക്രേസ് ആയതുകൊണ്ട് എനിക്ക് ഏത് സെലിബ്രിറ്റീസും വലിയ വലിയ കാർസ് ഒക്കെ എടുക്കുമല്ല, ആ വീഡിയോസ് ഒക്കെ ഞാൻ ചിരിച്ചോണ്ടാ കാണുന്നത്. അല്ലാതെ എന്നെ മനസ്സിൽ ഇവരെടുത്ത് അങ്ങനത്തെ ഒരു തോട്ട് ഇതുവരെ എനിക്ക് വന്നിട്ടില്ല. ആരെങ്കിലും പുതിയ കാർ ഇറക്കണമെന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിൽ ആരും ഇറക്കണം പോലെ ഒന്നും വേണ്ട, ഓപ്പറായിട്ട് പറയാം. നമ്മൾ ഒരാളുടെ പേര് മെൻഷൻ ചെയ്ത് തന്നെ പറയാം. ഈ അടുത്ത് അഹാന കൃഷ്ണ BMW X5 എടുത്ത് മഷൂർ തുടങ്ങാൻ പുള്ളി കളിക്കുന്നത്. ഇത്ര നന്നായിട്ട് ആ പുള്ളിക്കാരത്തെ അധ്വാനിച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടെ വരെ എത്തിയല്ലോ. അന്നിട്ട് മെസ്സേജ് വരെ ചെയ്തു, അഹാനക്ക് മെസ്സേജ് ചെയ്ത്. അപ്പൊ അഹാന അപ്പൊ തന്നെ റിപ്ലൈ ചെയ്ത് താങ്ക്സ് പറഞ്ഞു. അപ്പൊ അതാ പറഞ്ഞ ബാക്കിയുള്ളവരുടെ വളർച്ച കണ്ട് നമ്മൾ അസൂയപ്പെടലല്ല ചെയ്യുന്നത്. നമ്മൾ ഹാപ്പിയാണ്, സന്തോഷിക്കണം. നമ്മൾ അങ്ങനെ സന്തോഷിച്ച് അവരൊരു വിഷ് ചെയ്താലേ നമുക്കും സക്സസ് ആകാൻ പറ്റും, നമുക്കും അത് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അതാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കിയുള്ളവരുടെ വളർച്ചയിൽ അസൂയപ്പെടാതെ, കുശുമ്പില്ലാതെ, വിഷമിക്കാതെ, ഹാപ്പി ആയിട്ട് നമ്മളതാണ് വളർച്ച എന്നുള്ള ചിന്തിച്ചിട്ട് സന്തോഷിക്കുക. അതുപോലെ തന്നെ നമ്മൾ അതിൽ നിന്ന് നല്ല കാര്യങ്ങൾ, നല്ലതായിട്ടുള്ള മോട്ടീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളും സ്വീകരിക്കുക. അതായത് ഇപ്പൊ അവർ പറഞ്ഞിട്ടുള്ള എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു മഷൂറും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. കാരണം അവര് അങ്ങനെയാണ്. ഇന്ന് വരെ ഒരാളെ നെഗറ്റീവ് എടുത്തിട്ട് കാണിച്ചെങ്കിലും സംസാരിച്ചെങ്കിലും ഒന്നും ചെയ്തിട്ടില്ല ഇന്ന് വരെ. പകരം അവരെ ഒരുപാട് ആൾക്കാർ എടുത്തിട്ട് ട്രോളിയിട്ടുണ്ട്. അവർക്കതൊരു വിഷയമായിട്ട് അവർക്ക് തോന്നിയിട്ടില്ല. അത് കാരണം അവർ നെഗറ്റീവായിട്ട് മാറി നിന്നിട്ടുമില്ല, വിഷമിച്ചിട്ട് നിന്നിട്ടുമില്ല. അവരവരുടേതായിട്ടുള്ള കാര്യങ്ങളിൽ കണ്ടിന്യൂ അവര് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അവർക്ക് എന്നും ഓരോ ദിവസം ഡെവലപ്പായിട്ട് അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് എനിക്കും പറയാനുള്ള കാര്യം തന്നെയാണ്. അപ്പൊ കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കും. ഓക്കെ, അസ്സലാമു അലൈക്കും.